എത്ര മുത്തേ? ആളിയാ ആളിയാ എന്താണ്? എന്തായി മുത്തേ, എന്തുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് നിന്റെ ആഫ്റ്റർ? എടാ, ഞാൻ ഇന്നലെ വന്ന് രാത്രി വന്നിട്ട് ഞാൻ ആക്ച്വലി ആ എന്താണ്, ഞാൻ കിടന്നുറങ്ങി ഒരു 5-6 മണിയായപ്പോഴത്തേക്കും. എന്നിട്ട് രാവിലെ എണീറ്റ് ഒന്ന് ബാർബർ ഷോപ്പ് വരെ പോയി. ഓ, അത്രമാത്രം എനിക്ക് ഓർമ്മയുള്ളു. പിന്നെ അത് എന്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്നു? ഒന്നും മൊത്തം പ്രത്യേകിച്ച് ആളുകളുടെ ഏ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ലല്ലോ ഒന്ന് ബാർബർ ഷോപ്പിൽ പോയിട്ട്. ഇത് ഇവിടെയൊക്കെ ശരിയാക്കിയടാ. നമ്മുടെ എന്താ ഓ, അതിന്റെ പേര്, നമ്മുടെ ഇതൊക്കെ നീ ആ അവിടെ വെച്ച് മുടി. കാണിക്കുന്ന പരിപാടിയല്ലേ? അതെ അതെ, അത് ഇനിയിപ്പോ ഒന്നും പറയണ്ട. ഈ പറഞ്ഞ പോലെ ആം, ഷാനവാസ് പാവം ഇനിയിപ്പോ കട എങ്ങനെ ഇടുമെന്ന് ആലോചിക്കാൻ ഞാൻ. എന്റെ പൊന്നു മുത്ത, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എങ്ങനെ പറ. എങ്ങനെ ഉണ്ടായിരുന്നു പുറത്തിറങ്ങി വീട്ടിലെത്തിയപ്പോ ഉള്ള ഒരു സിറ്റുവേഷനും അല്ല ആൾക്കാരുടെ ഒരു ബിഹേവിയർ, നമ്മുടെ മുത്തുകള് അത് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് see, ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തിയപ്പോഴോ, ഇവിടെ എത്തിയപ്പോ ആളുകളുടെ ഒക്കെ ബിഹേവിയർ നമ്മളെ എടാ മുത്തുകള്. ഞാൻ നമ്മുടെ എയർപോർട്ടിലൊക്കെ മൊത്തം നമ്മുടെ പിള്ളേരും, പിന്നെ അതുകൂടാണ്ട് മീഡിയ ഒരു രക്ഷയില്ല. ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു ആ, ഒന്നും പറയണ്ട. ഫസ്റ്റ് ചോദ്യം ഇതൊക്കെ തന്നെയാണ്. മറ്റേ ആ, എന്താണ്, നീ നിന്നെ എപ്പ കാണും? അപ്പൊ ഞാൻ പറഞ്ഞു മറ്റന്നാ കാണും എന്നൊക്കെയാണ്. ഞാൻ ഫോൺ വിളിച്ചിട്ടില്ല അവനെ. അളിയ അളിയ എനിക്ക് ഒന്ന് രണ്ട് റിപ്ലൈ ഇവിടെ അളിയ പിള്ളേർക്ക് അത് ഒരുപാട് കമന്റ്. എന്തൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്? എഫ് സി ബോയ് ക്ലാരിറ്റി ഇല്ലാന്നോ? ക്ലാരിറ്റി ഇല്ലാത്തയാണോ? അവിടെ ക്ലാരിറ്റി ഇല്ലേ? ഇല്ലയാ? ഒനീൽ അറിയില്ല. ആൻഡ് അഭിലാഷ് ബിഗ് ബോസ് ഫാൻ. യോ യോ യോ. ഓ യോ 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 ഗൈസ് യോ, അടിപൊളി. നമ്മുടെ മറ്റേ ഏഹ്, എന്താണ് അതിന്റെ പേര്? എന്തായാലും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ എന്റെ എവിക്ഷൻ വീഡിയോയിൽ വരെ നമ്മൾ രണ്ടുപേരും ഇതുണ്ട്. സത്യം. എടാ എന്റെ ഈ എവിക്ഷൻ വീഡിയോ കണ്ടു നോക്ക് നീ. ഞാൻ വന്നില്ലേ? ആ ആ വീഡിയോ നീ ഒന്ന് കണ്ടു നോക്ക്. നമ്മുടെ ഒരു ബോണ്ട് സാധനം കിടപ്പുണ്ട്. എടീ, ഈ മാണിക്ക് ഫോൺ നിലത്ത് വെക്കാൻ പറ്റുന്നില്ലടാ. എന്തൊരു വിളിയാണ് ആൾക്കാർ. ഞാൻ ഇത്ര ദിവസം ഫോൺ ഇല്ലാണ്ട് ഇരുന്നിട്ടേ. എനിക്ക് രണ്ടുപേർക്കും തോന്നുന്നു രണ്ടാൾക്കും സുഖമല്ലേ? പിന്നല്ലാതെ അടിപൊളിയല്ലേ? നമ്മള് രണ്ടുപേരും ഓരോ ആഴ്ചയായിട്ട് എന്താണ് ഒരു ഒരുമിച്ച് ഇറങ്ങിയില്ലേ അല്ലേ? ഒന്നുമില്ലെങ്കിലും നീ നിങ്ങൾ ഈ ഇറങ്ങി, അടുത്ത ആഴ്ച ബ്ലോഗൊക്കെ ഞാൻ ഇറങ്ങി. സ്ഥിരം ചെയ്യണേന്ന് കേട്ടോ. നിന്റെ അടുത്തും കൂടെ ആയിരിക്കും കേട്ടോ. നമുക്ക് പിന്നല്ലാതെ ഞാനും അഭിലാഷും കൂടി കുറെ സാധനങ്ങൾ അതിന്റെ ഉള്ളിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറെ പേര്, എനിക്കറിയില്ല അതൊക്കെ കണ്ടോന്നറിയില്ല. ഈ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും. അളിയ KL പഞ്ഞിക്കാരൻ എന്ന് പറഞ്ഞുള്ള പ്രൊഫൈൽ ഇല്ലേ? അതായിരുന്നു കെ എൽ പഞ്ഞിക്കാരൻ. ആ, ആ, രണ്ടുപേരുടെയും ബിഗ് ഫാൻ. ആ, എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് ആണ്. നിന്റെ മുട്ടൻ ഫാനാണ് മക്കൾ അവിടുത്തെ. നമ്മളെ വിശ്വസനീയ. എന്റെ ബ്രോ. അപ്പൊ എഫ് സി ബോയുടെ വക ഒരു സലാം. നമുക്ക് ഉടൻ കാണാം. നമ്മുടെ ആ, മോനെ. കപ്പ് ആരടിക്കും അല്ലെ? ആ, ആരടിക്കും എന്ന് പറഞ്ഞാല്, ഞാൻ ഇന്നലെ റിപ്ലൈ കൊടുത്തായിരുന്നു. കപ്പ് രണ്ട് കൈ കൊണ്ട് പൊക്കാൻ പറ്റിയവരടിക്കും. അത്രേ ഉള്ളൂ. കപ്പ് രണ്ട് കൈ കൊണ്ട് പൊക്കാൻ പറ്റിയവരടിക്കും. എടാ, ഒരു റെഡിറ്റ് പ്രതീക്ഷിക്കാവോ? റെഡിറ്റ് പ്രതീക്ഷിക്കാവോന്ന്? ആ, റെഡിറ്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കാമോടാ? ഒരു ഹായ് തരാവോ? അളിയ ഹായ് സ്വാതി. എല്ലാം ഞാൻ അവിടെ ലേഡീസിന് കളഞ്ഞിട്ടാണോ മാത്രം ഹായ് വന്നതെന്ന്? കൊടുക്കുള്ളൂ. എടാ, എല്ലാം അവിടെ കളഞ്ഞിട്ടാണോ വന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ. എല്ലാം അവിടെ എന്താണ്. ഓ, അനിൽ ചേട്ടാ, യു ആർ ദ റീസൺ ഐ സ്റ്റാർട്ടഡ് വാച്ചിങ് ആൻഡ് യു ആൻഡ് അഭിലാഷ് ബോണ്ടിങ് നെക്സ്റ്റ് ലെവൽ. താങ്ക് യു ബ്രോ. എല്ലാം അവിടെ കളഞ്ഞിട്ട് വന്നതെന്ന് പറഞ്ഞാൽ നമ്മള് കളഞ്ഞിട്ട് വരാൻ വേണ്ടി ഉള്ള എല്ലാം കളഞ്ഞിട്ട് വരും. പക്ഷേ ലക്ഷ്മിനെ ഞാൻ കളഞ്ഞിട്ട് വന്നിട്ടില്ല. ഡിഫമേഷൻ ഒരു കേസ് ഓർമ്മയില്ലേ ചെയ്യാനുള്ളത്? അവക്കുള്ള കേസ് ഉണ്ട്. അതില്ലാണ്ടുള്ള ഒരു കാര്യമില്ല. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ പറയാൻ എനിക്ക് എന്താണ് അതിന്റെ പേര്, ഒരു ആവശ്യമില്ല. അത് ആ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ അവളുടെ പി ആറിന്റെ കളി അങ്ങോട്ട് നിർത്താൻ. മനസ്സിലായി? കുറെ തേടി കിട്ടുന്നുണ്ട്. ടു അവളുടെ പി ആർ, കട്ടപ്പാസ്. നീ അവളുടെ മറ്റേ അവളുടെ നീ അത് എന്താണ് അവളെ എടുത്ത് ദൂരക്കളാ. നീ ഇത് നോക്ക്, ടു കട്ടപ്പാസ് ഒന്ന്. ടു കട്ടപ്പാസോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയില്ലായിരുന്നു അറ്റ്ലീസ്റ്റ്. ഞങ്ങള് പുറകെ നോക്കാൻ കട്ടപ്പയൊന്നുമല്ലോ. കൂടുതലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാ എനിക്കും കൂടി ഒരു ഹായ്. ഹായ് സെയിലി. കണ്ട ഒനിൽ എസ്, ബ്രോ ഹായ്. അതൊന്നും നമുക്കിപ്പൊ എന്തോ പറയാൻ പറ്റൂല. ദേഷ്യം ലക്ഷ്മി എന്താണ് ആന്റി. എ വി ഫേവറേറ്റ് ബോണ്ട്? യെസ് ഓഫ് കോഴ്സ്. ഒനിൽ ബ്രോ പ്ലീസ് സേ ഹായ്. ഹായ് ബ്രോ. എല്ലാവർക്കും ആയി കൊടുക്കണേ നമ്മ, ഉറപ്പായിട്ടും. ഫേവറേറ്റ് ബോണ്ട്. ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട മുമ്പ് ഒനിൽ ബ്രോയെ കൊണ്ടുവരണേ. ആ, ഒനിൽ വരണടാ അഭിലാഷ് വരണടാ. കോംബോ അതാണ്. അതെ. അനീഷ് കപ്പടിക്കുവോന്ന്? അനീഷ് വേണമെങ്കിൽ കപ്പടിച്ചോട്ടെ. അവൻ നല്ല ടെംപ്ലേറ്റ് ആണ്. അവന്റെ നല്ല ആദ്യം തൊട്ട് അല്ലേ അറിയാ? പ്ലെയറുമാണ്. അ- നല്ല അവൻ പ്ലെയറുമാണ്. പ്ലെയർ ആണ്. അവൻ കപ്പടിക്കട്ടാ. ഞാൻ പറഞ്ഞു അനീഷ് അനീഷ് അടിക്കണമെങ്കിൽ അനീഷ് അടിക്കട്ടെ.
അപ്പൊ ആ, പിന്നെ ഈ പറഞ്ഞ അവന്റെ ടെംപ്ലേറ്റ് കറക്റ്റാ. അനുമോള് സൂപ്പറാണ്, അവളുടെ ടെംപ്ലേറ്റ് കറക്റ്റാ, അവൾ അടിക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ആ, രണ്ടനിയന്മാര്, ഒന്നെങ്കിൽ നെവിൻ അല്ലെങ്കിൽ ആര്യൻ, ഇവർ രണ്ടുപേരും കളിച്ചടിക്കട്ടെ. ഞാൻ മനസ്സിലായി. ഞാനേടാ ഞാൻ എക്സിറ്റ് ഇന്റർവ്യൂവിൽ എന്നോടും ചോദിച്ച ക്വസ്റ്റ്യന് ഏറെക്കുറെ നമ്മൾ തമ്മിലുള്ള സിമിലാരിറ്റി ആയിരുന്നു. കാര്യം അനീഷിന്റെ പേര് ആ നീ പറഞ്ഞു, അനുമോളുടെ പേര് പറഞ്ഞു, അതുപോലെ ബാക്കി ഒരാളുടെ പേരാണ് നിന്റെ എന്റെ വ്യൂവില് മാറിയത്. കാര്യം നീ ആര്യനെയും ഇവനെയും പറഞ്ഞപ്പോ ഞാൻ അക്ബറിനെയാണ് പറഞ്ഞത്. ഹായ് അവിടെ ഹായ് പോലും ഒന്നിച്ചപ്പോ അവിടെ ഹായ് പോലും പറഞ്ഞോ. ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഒരുപാട് പേര് അവിടെ ഉം. പോലും ചോദിക്കുന്നത് ഷാനവാസിന് കേപ്പബിലിറ്റി ഇല്ലെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മള് അവിടത്തേനേക്കാളും പുറത്താണ് ശരിക്കും പറഞ്ഞ് ഷാനവാസ് കളിക്കുന്നത് എന്റെ അഭിപ്രായത്തില്. അല്ല, അതിന്റെ ഷാനവാസിക്ക ഒരു നല്ല മനുഷ്യനൊക്കെയാണ്. ഷാനവാസ്ക ഒരു നല്ല മനുഷ്യനാണ്. ഷാനവാസ്കയുടെ പ്യുവർ ഹാർട്ടാണ്. ഇതൊക്കെയാണ് ഈ ഷാനവാസ്ക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇറങ്ങിയപ്പോഴും വേള പൊട്ടിക്കറിഞ്ഞടാ. അപ്പൊ ഷാനവാസ്ക എന്ന് പറഞ്ഞാല് അല്ല, ഞാൻ ഇറങ്ങിയപ്പോൾ നല്ലപോലെ കരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ആ ഗെയിം ഷാനവാസ്ക അവിടെ എന്ന് പറഞ്ഞാൽ നമ്മള് അവിടെ അങ്ങനെ ആദ്യം കളിക്കും. അത് ഗെയിമാണ്, നമ്മൾ അതിനകത്തല്ല ഞാൻ കളി. അല്ല, നമ്മളോടൊപ്പം അന്ന് ആ ഇന്റർവ്യൂ ചോദിക്കുമ്പോ ഷാനവാസ്കയുടെ പേര് പറയാൻ വേണ്ടി എന്ന് പറഞ്ഞാല് എന്താ കാരണം വെച്ചാൽ, ഷാനവാസ്ക എന്തായാലും ഏഷ്യാനെറ്റില് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആളാണ്. ഇത്ര നമ്മളൊക്കെ നീ ഓഫ് കോഴ്സ് നിന്നെ കുറെ പേർക്ക് അറിയാവുന്ന, ഞാനൊക്കെ ഈ ഗെയിമിൽ വന്നിട്ടാണ് അറിയാം. നമ്മൾ ഗെയിമർ എന്നുള്ള നിലയിൽ ഞാൻ നിനക്കറിയാലോ. ഫീൽ ചെയ്തെന്ന് പറഞ്ഞിട്ടേ നീ നീ എന്നെ അങ്ങ് ഇതാക്കാതെ, സെലിബ്രിറ്റി ആക്കാതെ എന്ന് ഫീൽ ചെയ്തു. പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ പേർക്ക് അറിയാം. അത് ആ അത് ആ correct. അതൊരു ആ ഗുണമാണ്. കാര്യം നമ്മൾ ഇത്രയും ആ കാലം അല്ലേ. ഉം. പിന്നെന്താണ്, ഉം. ഒനി അഭിലേഷ് ജിസേൽ ഐ സ്റ്റോപ്പ്. ഉം. എടാ ഒരുപാട് പേര് നിനക്ക് മെസ്സേജ് വരുന്നുണ്ടോ ആരെങ്കിലും? ഇത് ഇപ്പൊ കാണുന്നില്ല, പിന്നെ നിങ്ങൾ ഔട്ടായതിനു ശേഷം കാണുന്നില്ല എന്ന്, ഷോ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉം. അയച്ചിരുന്നു. ഉം. എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചു, കുറച്ച് കുട്ടികളും കുറെ കുട്ടികൾ. ഉം. ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്യരുത്, ഷോ കാണണം, നമ്മളൊക്കെ ഫൈനലിലൊക്കെ എത്തുവോടെ കാണണം എന്നൊക്കെ ഉം. പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ട്. മേരെ കരൺ അർജുൻ വാപ്പസ് ആയേഗാ അത് പാവം. ഇല്ലടാ, വാപ്പസൊന്നും ഇല്ല. ഞങ്ങൾ ഇനി 100 ഡേയ്സിന്റെ സമയമാകുമ്പോഴത്തേക്ക് നമ്മള് പോവാനുണ്ട്. ആ സമയത്ത് നമ്മളെല്ലാരും ഒന്ന് പോവും, അല്ലേ അളിയാ? പിന്നെ അല്ല, എടാ ദേണ്ട കണ്ടോ, പോണ്ടേ? പി ഏ ആർ ആണ് ഗെയിം കൊളമാക്കുന്നത്. ഡിസേബിൾ പീപ്പിൾസ് ആർ നോട്ട് ഗെറ്റിംഗ് ടു സ്റ്റേ. ആ എന്താണ് പറയാനുള്ളതെന്ന്? ആ അത് ഉറപ്പായിട്ടും ഞാൻ വരുമ്പോ നമ്മളിപ്പോ അവിടെ കളിക്കുന്ന ലെവൽ കളിയല്ല, പുറത്ത് നമ്മളെ ഈ പറഞ്ഞ പോലെ ആ, എന്താണ് അതിന്റെ പേര്, നമുക്ക് ഓരോ എന്താ പറയാ, ഈ ഇവിടുത്തെ പി ആറിന്റെ മറ്റേ കളി, ഇപ്പൊ പി ആർ പൈസ ഉള്ള ഇത് ചെയ്തിട്ടുള്ളവളാണ് ഇവളൊക്കെ, മറ്റേ ഈ ലക്ഷ്മിയൊക്കെ. അത് രവിയായിട്ട് നമുക്ക് പറയാൻ ദോഷം. അതുപോലെ തന്നെ ഈ പറഞ്ഞ അക്ബർ അവിടെ പറഞ്ഞു കിടക്കുന്ന, തള്ളി കിടക്കുന്ന ആൾക്കാരല്ലേ. ഈ അക്ബറിന് പി ആർ ഉണ്ട്, അനുമോളിന് പി ആർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ പി ആർ ഇല്ലാത്ത നമ്മൾ 62 ദിവസം പോയെങ്കിൽ ഇവനൊക്കെ ഈ കമന്റ് ഇടുന്ന ഉണ്ടാക്കന്മാരൊക്കെ വെറുതെ പോയി എന്ത് അല്ലേ, അല്ലാതെ പിന്നെ ഡാ, എന്താണ്? ഡാ, 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 ഡാ. ഏ, ഏ, അല്ല പിന്നെ എടാ, ഇത് എടാ, എഫ് സി ബോയ് സ്റ്റൈലാട്ടോ. അളിയ ഒരു കമന്റ് നോക്കളിയാ. ബൂംബാങ് എന്താണത്? ഗോവ വ്ലോഗ് പോലെ ഒരു വ്ലോഗ് പ്രതീക്ഷിക്കുന്നു. അളെ മൂന്നാക്ക് ഇന്നല്ലേ വിളിച്ച്. ഒലി അയ്യോ, അബി കോംബോത്. എന്താണ്, അനുവിനേക്കാൾ ഭേദമല്ലേ നൂറാന്ന്. നൂറയും നല്ല ഗെയിമറാണ്, അനുവും നല്ല ഗെയിമറാണ്. അതേപോലെ തന്നെ നമ്മുടെ ആ, എന്താണ് അതിന്റെ പേര്, ആദിലേ നല്ല ഗെയിമറാണ്. ഇതൊക്കെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്താ, നമ്മളോട് ടോപ്പ് 5 എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് 5 പേരല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവരൊക്കെ നല്ല ഗെയിമേഴ്സ് അല്ലാണ്ടാണോ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ, എന്താണ് അതിന്റെ പേര്, ഇവരിപ്പോ ഇവിടെ ഓഡിയൻസ് നിർത്തിയിരിക്കുന്നത്? പി ആറോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇവരെല്ലാരും നല്ല ഗെയിമേഴ്സ് അല്ലാന്ന് നമ്മൾ പറയില്ലല്ലോ. പക്ഷെ ഇതാണ് പ്രശ്നം, നമ്മളവിടെ ഗെയിമേഴ്സ് ആണ്. അപ്പൊ നമ്മ അവിടെ നിൽക്കുമ്പോ അവരെ ഗെയിം സ്ട്രാറ്റജി പൊളിക്കാൻ നോക്കുമല്ലോ, അത് അതത്രേ ഉള്ളൂ. അത് മാത്രമല്ല, എല്ലാവരും ഉം. അവരവരുടേതായിട്ടുള്ള ഗെയിം പ്ലാനുമായിട്ടാണ് ഇപ്രാവശ്യം വന്നത്. ആ എല്ലാവരും നല്ല ഗെയിമേഴ്സുമാണ്, നല്ല പ്ലേയേഴ്സ്. പുറത്ത് കിടന്ന് പറയുന്ന പോലെ അല്ല കാര്യം. അതിനകത്ത് വരുമ്പോ ഓരോരുത്തരുടെയും പൊട്ടൻഷ്യൽ ഒരു എത്രമാത്രം. മിനിറ്റ്, ഒരു പെണ്ണ് അവളുടെ പേര് പറയാവുന്ന മ്യൂസിക് ക്ലോ 831 പേര് പറഞ്ഞു. ഉം. ആ ഓക്കെ, ശരി. എഫ് സി ബോയ് നമ്പർ തരുമെന്നോ? ഇല്ല മോനെ ബ്രോ. ബ്രോ അനുമോളുടെ ഗെയിമിനെ കുറിച്ച് പറയുമോന്ന്? അനുമോളുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പ്ലാച്ചി എന്ന് പറയുന്ന ഒരു ആ, അതായത് ഒരു ജസ്റ്റ് ഒരു ടോയ്. ആ ഒരു ടോയ്ക്ക് ഇത്രയും അറ്റൻഷൻ കിട്ടാമെങ്കിൽ വാട്ട് എൽസ് ഡു യു തിങ്ക് അനുമോളുടെ ഗെയിം എന്താണെന്ന്? അതാണ് അവളുടെ മനസ്സിലായോ? ഗെയിം. അതായത് ഞാൻ അതാണ് അവളുടെ നോക്കിയപ്പോഴേ ഗെയിം. ഞാൻ ആ നോക്കിയപ്പോഴേ ഞാൻ നോക്കിയപ്പോ പ്ലാച്ചിയുടെ കുടുംബം പുറത്ത് നിരാഹാരം ഒന്ന് ബിഗ് ബോസിനകത്ത് അനുമോളെ കാണാൻ പോകാൻ പറ്റാത്ത എന്ന് പറഞ്ഞൊരു ട്രോൾ പേജ്. എനിക്ക് കോമഡി എന്തൊരു വിഷയം നോക്കണം. എക്സ്പ്ലോർ ഫുഡി അത്രമാത്രം മച്ചു. ആ ഒരു ആ പാവേനെ
ഇത് ചെയ്തെടുത്തു എന്നുള്ളതാണ്, ബൂസ്റ്റ് ചെയ്ത് അതിന് പോലും അത് ഫാൻസ് ഒക്കെ. അതൊക്കെയല്ല ഒരു കഴിവ്. ഈ പറഞ്ഞ പോലെ പിന്നല്ല. ഒരു എന്താണ് അവളുടെ ഒരു പ്രത്യേക ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. നമ്മൾ അനുമോളായിട്ട് എങ്ങനെയാണ് നമ്മൾക്ക് ഇക്വേഷൻ നല്ലതല്ല, നമ്മളെ ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിലാണല്ലോ. അപ്പൊ അനു അനുമോളായിട്ടുള്ള ഞാൻ ഫുൾ ടൈം അവിടെ കിച്ചണിൽ അനുമോളുടെ കൂടെ തന്നെയല്ലേ. എന്നോട് ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ പേര്, അവളുടെ കളി നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. വലിയ ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഉള്ളി കേസ് ബീട്രൂട്ട് കേസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ പിടിക്കൂലായിരുന്നെങ്കിലും അവള് കേസ് ഉണ്ടാക്കുന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു? അവള് ഷാനവാസ്, ആര്യൻ, അവരെല്ലാം വലിയ ആൾക്കാരായിട്ടല്ലേ കേസ് ഉണ്ടാക്കുന്നത്. അനുമോള്, ജിസേല്, ഏ എന്തുവാ സംഭവം ഇവിടെ? മെസ്സേജ് അളിയാ, ഒരു രക്ഷയില്ലാത്ത മെസ്സേജ്. അണ്ണ വാട്ട് അണ്ണ അബൌട്ട് വാട്ട് അബൌട്ട് ഷാനവാസ്? നമ്മൾ പറഞ്ഞല്ലോ ഷാനവാസ് ഒരു നല്ല മനുഷ്യനാണ്. പുള്ളി ഗെയിമറാണ്. അവിടെ ആ ഗെയിമർ എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പൊ അനീഷിനായിട്ട് എർത്ത് പിടിച്ച് കിടക്കുന്നത് ഈ പറഞ്ഞ പോലെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിയുടെ ഗെയിമാണ്. ഇപ്പൊ അനീഷ് ഈ പറഞ്ഞ പോലെ അനീഷിന്റെ ഫസ്റ്റ് ടെംപ്ലേറ്റിൽ നിന്ന് മാറിയല്ലോ. എടാ ഒനീൽ ബ്രോ, നിന്റെ വീട്ടിൽ ഒരു ഉം. ദിവസം വന്നോട്ടേന്ന്, ഫോർട്ട് കൊച്ചിയില്. ആരത്? ഒനിൽ ബ്രോ ഒരു ദിവസം വീട്ടിൽ വന്നോട്ടെ. ഫോട്ടോ വെച്ച് വരുമ്പോ നമുക്ക് കാണാം. ഓഫ് കോഴ്സ് ഇതൊക്കെ എടാ ഈ പറഞ്ഞ ഇന്നേ പോലെ ഇതൊക്കെ. ഉം. ഇന്നേ ഒരു പിന്നെ ഫോർട്ട് കൊച്ചിയിലുള്ളൊരു ചേട്ടൻ എനിക്ക് ഒരു മിനിറ്റ് പേഴ്സണലി അളിയാ, ഒരു മിനിറ്റ്. ഏതൊരു കോൾ കട്ട് ചെയ്ത് പറഞ്ഞു. എനിക്ക് മെസ്സേജ് അയച്ചു. ഫോട്ടോ വെച്ച് നിന്റെ വീടിനടുത്തുള്ള ഒരാളാണ്, എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. നിന്റെ വീടിന്റെ തൊട്ടടുത്ത നമുക്ക് വരുമ്പോ FC റോയുടെ വീട്ടിൽ വരുമ്പോ വരുമെന്ന് പറഞ്ഞു. ഒരു ഫാമിലി ഫുൾ തന്നെ ആയിരുന്നു സംസാരിച്ചു. നിന്റെ വീടിന്റെ അടുത്തുള്ളതാ, ഒരു 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, വിളിക്കാം. ഡൺ. അതൊക്കെ ഓഫ് കോഴ്സ്. ഒനിലേട്ട, ഐ റിയലി ലവ് യു മാൻ, താങ്ക് യു. എന്റെ പൊന്നോ, നല്ല ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ആ, ഒരു ലൈവ് പോണത് നിന്നായിട്ട് തന്നെ. ഏത് പിന്നല്ല. ഫസ്റ്റ് ലൈവ് പൊളി. ഏയ് ഹേയ് ഹേയ് ഹേയ്. ഏത് ദേ ഏത് നീ ഏത് നീ ഇറങ്ങിപ്പോയപ്പോ ഇട്ടേന്ന എടാ മോതിരമാണ്. ഞാനത് ശ്രദ്ധിച്ചടാ. ഞാനേ നിന്റെ എക്സിറ്റില് നിന്റെ ആ, കയ്യിൽ അത് കിടക്കുന്നു കണ്ടു. കണ്ടാളി എന്തോ? മോളെ, കാണിച്ചടാ കാണിച്ചേ. അല്ല, കാണിച്ചടാ എവിടെ ഇത് ഒരു ചെറുക്കനെ എഴുതിയിട്ടുണ്ട്. ആര്യനൊക്കെ നിങ്ങൾ രണ്ടുപേരെക്കാൾ നല്ല പ്ലെയർ ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്കും തോന്നിയിട്ടില്ല. ഞങ്ങൾ പോയി കഴിഞ്ഞ സ്ഥിതിക്കല്ലേ പറയേണ്ടത്. ഇപ്പൊ പറയാലോ, ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, പക്ഷെ ഇപ്പൊ പറയല്ല. ഞാൻ പറഞ്ഞില്ലേ, അനിയനെ പോലെ കാണുന്നവനാണ്. ഗെയിം അടിക്കാൻ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ അവന് നമ്മളിപ്പോ ഒരു നല്ലൊരു അല്ല ഒരു ഉദവി പണിട്ട് അല്ല അവന്റെ അതുമല്ല അളിയാ, ഗെയിം. ആ, ഫിസിക്കൽ ലെവൻ സെറ്റാണ്, അടിപൊളിയാണ്. പക്ഷെ അല്ലാത്ത പിന്നല്ലോ. കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്തിരി ഒരു ഡൗൺ ആയിട്ട് വരുന്നത്. അല്ലാത്ത പക്ഷം ഇത് ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് മാറ്റി വെച്ചാലും അവൻ അവന്റേതായിട്ടുള്ളൊരു ഉം, ഫണ്ണായിട്ടുള്ളതും ജിസയിലുമായിട്ടുള്ള ഒരു ഉം. കോമ്പോ ഒക്കെ അവരുടെ സ്ട്രാറ്റജിയാണ്. നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഇപ്പൊ നിൽക്കുന്നുണ്ടല്ലോ നൈസായിട്ട്, അതോ നല്ല ഗെയിമർ ആയതുകൊണ്ടാണ്. നിക്കട്ടെ. ആ, ചെറുക്കൻ നമ്മൾ പണ്ടേ പറയുമായിരുന്നല്ലോ, ചെറുക്കന് ഗെയിം ഒക്കെ ഉണ്ട്. ചെറുക്കന്റെ ഗെയിം മറ്റേ എന്താണ് അതിന്റെ പേര്, നമ്മുടെ ഒരു എഫക്ട് ചെയ്യുന്നത് ആ ഒരു ഒറ്റ ഒരു സീനിലാണ്. അവരുടെ ആ ഒരു സ്ട്രാറ്റജി, ലവ് ട്രാക്ക് സ്ട്രാറ്റജിയിൽ. അത്രേ ഉള്ളൂ, അതാണ് സംഭവം. ആ, ഇല്ലാതെ എന്ത്. ആദില ഏഹ് ആദില നോമിനേഷനിൽ നിങ്ങളെ ചതിച്ചതാണ്, എന്താ പറയാനുള്ളത്? അതാണ് ആദിലെ ചതിച്ചതായിട്ട് ഞാൻ കാണില്ല. ഞാൻ അതിന് പറഞ്ഞിട്ടില്ല. ആദിലെ നൂറയ്ക്കും അവര് ഞാൻ ഇപ്പോഴും ഇറങ്ങുമ്പോഴും ഞാൻ പറഞ്ഞു, എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടും പറഞ്ഞു അവരാണ് എന്നെ നോമിനേറ്റ് ചെയ്ത്, അനീഷ് നോമിനേറ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞു ഇന്റർവ്യൂവിൽ പറഞ്ഞു, എന്നോട് ഫസ്റ്റ് ആയിട്ട് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് അനീഷ് നമ്മളൊരു സ്ട്രോങ് ഗെയിമറായിട്ട് കാണുന്ന ആളാണ്. അനീഷിനും എനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഉണ്ട്. നമ്മൾ സംസാരിക്കുന്ന രീതി ഉണ്ടാണ്. ഇവരെല്ലാരും പറയും ഫസ്റ്റ് വീക്ക് എന്നെ അഭിയും കണ്ടില്ല എന്ന് പറയും. അതെ. അതങ്ങനെയല്ല. ഇവർക്ക് അറിയാത്തൊരു കാരണമുണ്ട്. അതായത് ഇവര് ലൈവിലും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവര് ചിലപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ എപ്പിസോഡിലും കണ്ടു കാണില്ല. നമ്മൾ രണ്ടുപേരും അന്നെടുത്ത തീരുമാനമാണ് ഇവന് നമ്മൾ കണ്ടന്റ് കൊടുക്കില്ല. അതെ 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 അതെ. അതായത് ഞങ്ങൾ അനീഷിന്റെ അടുത്ത് എർത്ത് പിടിക്കാൻ പോയിട്ടില്ല, ഞാനും അഭിലാഷും. അനീഷ് അതുമല്ല, രണ്ടുപേരെ ഫസ്റ്റ് ഞാൻ ആ അടുത്ത് പിടിച്ച് നമ്മൾ തമ്മിൽ ടോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടാന്ന് പറഞ്ഞിട്ട്. കാര്യം ആ അവൻ ചുമ്മാ ഞാൻ പറഞ്ഞു പിള്ളേരെ ഞാൻ പറഞ്ഞു ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ ഒരു ഒരു നമുക്ക് ഈ എല്ലാരും കാണിക്കുന്ന ഒരു സാധനം, ഒരു മിസ്റ്റേക്ക് കാണിക്കരുത്. അവനായിട്ട് പോയിട്ട് നമ്മൾ എർത്ത് പിടിക്കില്ലാന്ന്. അപ്പൊ എന്തായി, നമുക്ക് വിസിബിലിറ്റി കുറഞ്ഞു പുറത്ത്. അതെ, അപ്പൊ സത്യം സത്യം. നമ്മളൊന്നും ചെയ്യാത്തവരായി. അപ്പൊ ഈ മറ്റേ അപ്പും ടുട്ടും കൂടി ഗ്രൂപ്പും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമ്മളെ തെറി പറയുന്ന ഇതൊക്കെ ആൾക്കാർ വിശ്വസിക്കും. അതാണ് അതെ സംഭവം. അതെ ആ സത്യം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഒരു സംഭവം പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ അവിടെ ഗ്രൂപ്പ് കളിച്ചവന്മാരെ പൊളിക്കാനുള്ള ഈ പറഞ്ഞ പോലെ ഒരു സൗഹൃദമായിരുന്നു നമ്മളെ.
അതിനെ ഗ്രൂപ്പ് എന്ന് വിളിച്ച അവന്മാർ അവിടെ ഉള്ളേ. ഏത് ഓക്കെ. ഞാനും നീയും പിന്നെ നെവിനും അവിടെ നിന്നേച്ചു, സിഗരറ്റ് വലി കമ്പനി, പിന്നെ അതിന്റെ കൂടെ മറ്റേ എന്താണ് ആ, നമ്മുടെ ഷാനവാസ് ഒന്ന് വൈബെടുക്കും, ഇതൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ ഒരു ആദ്യത്തെ ദിവസങ്ങള്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ ഗെയിം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ആ മൂന്നാമത്തെ ആഴ്ച തൊട്ട് അങ്ങോട്ട് നമ്മള് പിന്നെ മുകളിലേക്ക് പോയിട്ടുള്ളു. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ ആൾക്കാര്, അഭിലാഷും ഞാനും എന്താണെന്നുള്ളത് ഫ്രണ്ട്സ് എന്നുള്ള ഒരു റിയൽ ഫ്രണ്ട്സ്, അല്ലാതെ മറ്റേ ഈ പറഞ്ഞ പോലെ ഒരു എപ്പിസോഡിന് വേണ്ടി ഫ്രണ്ട്സ് അല്ല. നമ്മള് ചുമ്മാ ഷാനവാസ് ഷാനവാസ് അനീഷും എടാ കാണിക്കുന്നത് എടാ ഫ്രണ്ട്ഷിപ്പ്. കോമഡി കോമഡി. ആ നീ അന്ന് മറ്റേ പോയി പറഞ്ഞില്ലേ, അവരുമായിട്ട് പോയി ഇരുന്നില്ലേ നമ്മള്, മറ്റേ വൈൽഡ് കാർഡ് വന്നപ്പോഴത്തേക്ക് ഒരു സീൻ വന്നില്ലേ, നീ ആ പോയി വൈൽഡ് കാർഡ്സിന്റെ അടുത്ത് എന്നെ മറ്റേ വിമതൻ എന്ന് പറഞ്ഞു ആകെ ഓർമ്മയുണ്ട നീ? ആ ഓ അത് ആ പക്ഷെ അത് പക്ഷെ പുറത്തു വന്നില്ല. ആ അതല്ലാതെ നിങ്ങള് ഞാനും നീയും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുമ്പോ നീ അവിടെ നിന്നിട്ട് എന്നെ കുറിച്ച് പറയുന്നില്ലേ, ആ അവനൊരു ഇല്ല എന്നൊക്കെ പറയുന്നില്ലേ, അത് ഇവിടെ വന്നപ്പോഴത്തേക്ക് വൈഫൊക്കെ കണ്ടോ ഒലിയിലോട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ ആ പറയാണേ, എടി നിങ്ങൾ അറിയാത്ത ബന്ധമാണ് അതിനകത്ത്. അവൻ വന്ന് തോളി കൈയിട്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്, ഞാൻ ഇവനോട് വന്ന് പറഞ്ഞടാ നിന്നെ വിമതനാക്കിയിരിക്കുകയാണ് അവിടെ. ആ, പക്ഷെ അത് പുറത്തു വന്നിട്ടില്ല. അതാണ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, എടാ ഇപ്പൊ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളിപ്പോ ആര്യനായിട്ട് എന്ത് ഇടി വീഴാലും നിനക്കറിയാലോ, പോയിട്ട് നമ്മളൊരു സിഗരറ്റ് വെച്ച് തീർന്ന് ബ്രദർ മറ്റേ ഹായ് ബ്രദർ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവനെ ചെറുക്കനായിട്ട് നമ്മുടെ ബന്ധം, മനസ്സിലായ? ഈ ഈ പറഞ്ഞ പോലെ വയസ്സ് നിക്കത്തില്ലല്ലോ അതിന്. അപ്പൊ ഇതൊന്നും ഇവര് ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ പേര്, നമുക്ക് പുറത്ത് കാണണ്ടോ ഇല്ലെന്ന് അറിയില്ലല്ലോ. അതെ അതെ അതെ, അതാണ് വരത്തില്ലല്ലോ ആ കൂടുതൽ. പിന്നെ എടാ പിന്നെ ഒരു കാര്യം ഉണ്ടടാ, നമ്മള് ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഒരു ഏഹ്, ഒരു എന്താണ് പിന്നെ നിങ്ങളുടെ രണ്ടെണ്ണം എപ്പിസോഡ് കാണിച്ചത് ആര്യനുള്ളിൽ കണ്ട ആൾക്കാര് പറയണ്ട. സോണിയ ജോസഫ്, ഒനിൽ ഉം, ചേട്ടനും മുൻഷി ചേട്ടനും ഫസ്റ്റ് വീക്ക് കിച്ചണിൽ ആകപ്പെട്ടു, പിന്നെ നിങ്ങളുടെ രണ്ടിനെ എപ്പിസോഡിൽ കാണിച്ചില്ല, കൂടുതൽ അക്ബർ അനുമോൾ ആര്യൻ കണ്ട. അത് അതെ. തന്നെ, അപ്പൊ അത് അത് തന്നെ തന്നെയാണ്. സംഭവം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഞാനും അബിയും കൂടി എന്താണ് ഓരോ സാധനങ്ങള് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സിഗരറ്റ് റൂം കാണിക്കാത്ത കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അത് നമുക്കും നല്ലൊരു കാര്യമായി, കാരണം ഞങ്ങളുടെ പ്ലാൻസും ഈ പറഞ്ഞ പോലെ കൊറേയൊക്കെ ടേക്ക് ഒരുപാട്. ഉണ്ടായിരുന്നു. ആ പിന്നല്ലാതെ അത് അതൊരു ആ, പിന്നെ ഇവര് കാണുന്ന ഫുള്ള് നമ്മൾ ഇരുന്ന് ഊഞ്ഞാലാടുന്നതാണ്, ഫുൾ ഇപ്പൊ ടൈം നമ്മുടെ വിശ്വ ഊഞ്ഞാലാടും. മ്യൂസിക് ഇല്ലേ, വിശ്വ മ്യൂസിക് നിനക്കറിയോ? വിശ്വ മ്യൂസിക് അവൻ എന്താ ആ ഉണ്ടല്ലോ. ഓ ആ ആ ഇപ്രാവശ്യം അവൻ ഓഡിഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ പ്ലാനിങ് ഒക്കെ ഉണ്ട്. പ്ലാനിങ് അല്ല, അവനെ അപ്രോച്ച് ചെയ്തു തോന്നുന്നുണ്ട്. അവൻ ആ, പിന്നെ വരാതിരുന്നാണോ എന്തോ ഇത് കാരണമൊക്കെ മാറിപ്പോയതാണെന്ന് തോന്നുന്നു. ആ ഓ വിശ്വാമിസിക്ക് വരായിരുന്നു വെച്ചല്ലേ. ആ വരാൻ ചാൻസ് ഉണ്ടായിരുന്നതാണ് ഇപ്രാവശ്യം. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു, നിങ്ങളുടെ കോംബോ എന്ന് പറഞ്ഞിട്ട്. ആ എന്താണ് വേറെ ഒരു തവണ ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന സാബുമോൻ. ഓ കഷ്ടം, സീബ്രോ ലവ് യു മച്ച. ഓക്കെ മുത്തേ. സാബുമോനെ പറ്റി എന്നോട് ഇന്നലെ ഒരു ഇന്റർവ്യൂ ചോദിച്ചിട്ട്, സാബുമോൻ എന്താണ് അവിടെ ഇരിക്കുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇരിക്കുന്നത്, നമുക്കത് എന്താ അവ ചർക്കനെ നമ്മൾ പിന്നെ ഇട്ട് നശിപ്പിക്കണോ? ഞാൻ ആദ്യം തന്നെ അവനെ എല്ലാരും ഇട്ട് നശിപ്പിക്കാൻ നോക്കിയത് നമ്മൾ സഹായിച്ചവനാ സാബുമാനെ. നമ്മുടെ കൂടെയാണ് പിടിച്ചു നിർത്തിയത്. ആദ്യം എല്ലാരും എന്തൊക്കെയായിരുന്നു. ആ ചെറുക്കന് വേണ്ട കോൺഫിഡൻസ് ഒക്കെ കൊടുത്തു, അല്ലാതെ പിന്നെ ഈ പറഞ്ഞ പോലെ അവനെ അവിടെ ഇട്ട് താറാക്കണോ? ഒരിക്കലില്ല. അത് ഞങ്ങളുടെ ഗെയിം അല്ല, അത് തുറ്റൂടെ കളിയാണ്. അതൊന്നും അത് ഗെയിമായിട്ട് കാണരുത്. ഞങ്ങള് അതൊക്കെ ഒരു ഗെയിം. ആ കുറച്ച് പകുതിയൊക്കെ കഴിഞ്ഞപ്പോ ഈ പറയുന്ന പോലെ, ഈ പകുതി എന്നല്ല പറയുന്ന, ആദ്യമേ നമ്മൾ ഗെയിം ആ പ്ലാൻ ആയിട്ട് പോയിട്ട് ബിഗ് ബോസിന്റെ പണി തന്ന് ഗെയിം പ്ലാൻ ഒക്കെ ഒരു വഴിയിലായി. പിന്നെ ഈ വന്നു ആ കയറിയ കാർഡ്സിൽ ബാക്കി 4 പേരും അറ്റാക്ക് ചെയ്ത് ഭയങ്കര മോശമായിട്ട് രീതിയിലാണ് എല്ലാവരും, ഭയങ്കര അഗ്രസീവ് ടെൻഡൻസിയോട് എടാ വന്ന. അഭിലാഷേ, ഒരു പെണ്ണ് അഭിലാഷേട്ടാ ഐ ലവ് യു. ശ്ശോ, എന്താണ് മോളെ, ഐ ലവ് യു ടു. പിന്നെ ആ, ടുട്ടു ഹൂസ് ദാറ്റ്? സാറ ABR, സാറ ABR. ടുട്ടു ഈസ് അക്ബർ. അപ്പു ആൻഡ് ടുട്ടു മറന്നുപോയോ നിങ്ങള്? അപ്പു നേരത്തെ പോയി, അതുകൊണ്ടാണ് ഇപ്പൊ ഓർക്കുന്നുണ്ടാവില്ല. അപ്പു ഈസ് അപ്പാണി, ടുട്ടു ഈസ് അക്ബർ. അപ്പു ടുട്ടു. ബെസ്റ്റ് ഗെയിം ബ്രോ ഐശ്വര്യ. നെവിനെ കൊണ്ടൊന്ന് പറയൂ, നെവിനെ കൊണ്ടൊന്ന് പറയൂ. നെവിനെ എന്റെ നീനല്ലേ മുത്ത്. അവന് ഞാൻ 2 കോയിൻ കൊടുത്തടാ ഇറങ്ങുമ്പോ. ആ, അത് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ? അല്ല അതങ്ങനെ ആ റൂൾസിൽ പറഞ്ഞിട്ടുണ്ട്, അത് ആരും ചെയ്യുന്നില്ല, മനസ്സിലായോ? ഞാൻ അപ്പൊ തന്നെ പറഞ്ഞ് നെവിനെ
എന്റെ മോൻ നെവിന് 2 കോയിന് ഞാൻ കൊടുത്തു. ഓ അങ്ങനെ ഉണ്ടല്ലേ. ആർക്ക് വേണേലും കൊടുത്തിട്ട് പോവാം. ആടാ പന്നി, നീ പോണതിന് മുമ്പ് എനിക്കൊരു കോയിൻ തന്നിട്ട് പോയായിരുന്നു. അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലേ. പോട്ട് 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 പോട്ട്. നമ്മക്ക് ഇതുവല്ലോ അറിയാവോ. മറന്നുപോയ കാര്യം. ഒനിലേട്ട, ഐ റിയലി അപ്രീഷിയേറ്റ്, യു ആർ ദ ബെസ്റ്റ് ഇന്റലിജന്റ് പ്ലെയർ മാൻ. അതാടാ ബിഗ് ബോസും പറഞ്ഞടാ. താങ്ക് യുടാ, താങ്ക്സ് താങ്ക്സ്. ബിഗ് ബോസ് താങ്ക്സ് താങ്ക്സ്. ഈ പറഞ്ഞ പോലെ എടാ, ഇന്റലിജന്റ് പ്ലെയറിനൊക്കെ ഈ പറഞ്ഞ പോലെ മനസ്സിലായ ആൾക്കാർ വോട്ട് ചെയ്യില്ല, PR ഉള്ളവന്മാരെ വോട്ട് ചെയ്യുള്ളൂ. FC ബോയ് ഇനി എപ്പോഴാ ഫാന്റാസ്മ നമുക്ക് വെക്കണം? അഭിലാഷും കൂടി വരുന്ന ദിവസം ഓടെ ചേർക്കാന്നു നീ ഐ ലവ് യു പറഞ്ഞത്. ഓർഡർ ഒക്കെ പക്ഷേ അഭിച്ചേട്ട ലവ് യു വീണ്ടും വേറൊരു ലവ് യു ആണ്. ആർക്കും എന്നെ ലവ് യു ഇല്ലടേ, ഇത്ര അഭിലാഷിന് മാത്രം ലവ്. അവനൊരു ലവ് യു കൊടുത്തേ പ്ലീസ് തടയോ. ഒന്നൊരു ലവ് യു നിങ്ങൾ കൊടുക്കും. എന്തോ ബ്രോ ഒരു ഹായ് പറയാമോ FC ബോയ്? എല്ലാരും ഒന്ന് ടൈപ്പ് ചെയ്ത് അഭിച്ചേട്ട ലവ് യു. അത് അഭിച്ചേട്ടൻ ഫാൻസ് ആണ്. അഭിച്ചേട്ട ലവ് യു. സി ബ്രോ യുവർ ടോക്കിംഗ് സ്റ്റൈൽ ചുമ്മാ തീ. തേങ്ങക്കൊല ഇന്റലിജന്റ് പോലും. ജംഷീദ് ഐ ലവ് യു എന്ന് പറഞ്ഞിട്. ബ്രോ ഫുഡ് ഫെസ്റ്റ് കോട്ടയം വരൂ. ലവ് യു ഒള്ളി നെവിൻ ലവ് യു. ഓക്കെ, കൊള്ളാം, അടിപൊളി. എന്തായാലും ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കുറച്ച് ഈ 30 ദിവസം ഇനിയുണ്ടല്ലോ ബാക്കി ഗെയിമില്. അയ്യോ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ അളിയ. അല്ല അളിയ, നീ ഗെയിം വിട്ടോ? ഞാൻ ഏറെക്കുറെ അളിയ. ഞാൻ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എപ്പിസോഡ്സ് കാണാൻ പറ്റുന്നില്ല. നീ കണ്ടായിരുന്നോ? സോറി, എനിക്കിത് മാറ്റാൻ പറ്റില്ല. സാറ ABR ഒനീൽ, യു ആർ വെരി ക്യൂട്ട്. താങ്ക് യു സാറ. കേട്ടോ. FC ബോയ് ലാസ്റ്റ് പഫ് ആര്യനായിട്ട് എടുത്തായിരുന്നോ? യെസ്, ആര്യനും നെവിനുമായിട്ടാണ് ഞാൻ ലാസ്റ്റ് പഫ് എടുത്തത്. ലവ് യു ഒനീൽ ചേട്ടാ വീണ്ടും. താങ്ക് യു, ലവ് യു ടു. പറഞ്ഞോ, എന്താ എഴുതിയേക്കണം? അല്ല ഞാൻ വായിച്ചു നോക്കിയാലോ. അല്ല ഞാൻ ചോദിച്ചതേ അതിനകത്തുനിന്ന് എന്തൊരു ലോകം അല്ലേളിയ. ഭയങ്കര മിസ് ചെയ്യുന്നുണ്ടല്ലേ. അതെ അതെ, ഒരു രക്ഷയില്ല. നമുക്ക് മറ്റേ ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോ വാട്ട് അബൌട്ട് അനുമോൾ നമ്മുടെ പെങ്ങൾ ആയിട്ട് വരും. അനുമോള് ജയിക്കണമെങ്കിൽ ജയിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എടാ നീയേ എപ്പിസോഡ് വല്ലതും കണ്ടോ? ഇല്ല, ഒന്നും കണ്ടില്ലടാ. ഞാൻ പോയി ക്രിക്കറ്റ് കളിച്ചടാ ഇന്നലെ. എന്റെ പൊന്നളിയാ, വൈവായിരുന്നു. വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് നോക്ക്, വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ. ഞാൻ നോക്കാം യൂട്യൂബ് നോക്കാം. ഈ പറഞ്ഞ പോലെ എന്താണ് എനിക്ക് ഫോൺ അളിയാ, എടാ തീരാതെ വന്നോണ്ടിരിക്കുക ഇങ്ങനെ കോളിന്റെ പൂരം. എനിക്കും അത് തന്നെ അവസ്ഥ. ഒരു രക്ഷയില്ല. ഇപ്പൊ ആയിട്ട് മാറിയിട്ടില്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും നിന്റെ അവസ്ഥ ഇന്നലെ ഇറങ്ങിയിട്ട്? ഇൻസ്റ്റാഗ്രാമില് നമ്പർ ഉണ്ടെന്നോ, എടുത്ത് മാറ്റണമോ? എനിക്ക് എന്റെ അമ്മ എന്തൊരു കുറെ കോളുണ്ട്. ഞാൻ പണ്ടിട്ട് വെക്കാറുണ്ട്, അത്ര വലിയ ഫേമസ് ഒന്നല്ലല്ലോ. പണി പോളും എന്നാ വന്നോണ്ടിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു രക്ഷയില്ല. മറ്റെന്താണ് അതിന്റെ പേര്, പണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയല്ല ജോലി എടുക്കുന്ന, ലൈക്ക് ഓരോ സാധനങ്ങൾ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്പർ അവിടെ വേണമല്ലോ. വി ലവ് യുവർ കോംബോ. ഓഫ് കോഴ്സ് വി ലവ് അവർ കോംബോ ടു അല്ലേ. വി ലവ് യുവർ കോംബോ. എന്നിട്ട് എന്താണ് ലക്ഷ്മിയുടെ കേസ് എന്താ? ഇത് നമ്മുടെ ഡിഫമേഷൻ ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ലേ ബ്രോ, അതൊക്കെ ഒന്ന് ഇപ്പൊ എത്തിയാലുള്ളൂ. നമുക്ക് ഉറപ്പായിട്ട് അത് ഫയൽ ചെയ്തിട്ട് ബാക്കി നോക്കാം. ഷാനവാസ് ഇഷ്ടമാണെന്നോ? ഷാനവാസ് എന്താണ് ഇഷ്ടപ്പെടുന്നുണ്ട്. അവനീൽ ബ്രോ, ഷാനവാസ് കപ്പെടുക്കണം എന്ന് എന്താ നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്തത്? ഞങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതല്ല, ഷാനവാസ് കപ്പെടുത്തോട്ടെ, ഹാപ്പിയാണ്. എന്നോട് ടോപ്പ് 5 എന്ന് ചോദിക്കുമ്പോ പിന്നെ എനിക്ക് 5 പേരല്ലേ പറയാൻ പറ്റുള്ളൂ സിസ്റ്റർ, അതല്ലേ? അതല്ലേ, ഷാനവാസിക്ക് അടിക്കട്ടെ. എന്താ നമുക്ക് ഷാനവാസിക്ക് അടിച്ച എന്താ പ്രശ്നം? ടോപ്പ് 3 പറയാമോ എന്നൊക്കെ. എടേ വെറുതെ ഇരി, ആരെങ്കിലും ഒക്കെ കപ്പടിക്കട്ടെ. എല്ലാരും നമ്മുടെ കൂടെ കളിച്ച ആൾക്കാർ. ഇനി പറഞ്ഞിട്ട് വേണം ഇനി വീണ്ടും ഷാനവാസ്കനെ പറഞ്ഞില്ലല്ലോ പറയാം. ഒരു കമന്റ്, ബിന്നി സെബാസ്റ്റ്യൻ അൺഡിസേർവിംഗ് ലക്കി കണ്ടസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാലെന്ത്? ബിന്നി സെബാസ്റ്റ്യൻ അൺഡിസേർവിംഗ് അല്ലട്ടോ, ഒരിക്കലും അല്ല. ബിന്നി സെബാസ്റ്റ്യൻ നല്ല ലേഡീസിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിമർ ബിന്നി സെബാസ്റ്റ്യൻ ആണ്. നമ്മൾ ജിസയിൽ ഉള്ളപ്പോഴേ പറയുന്ന ഒരു
വോട്ടാണ്. ബിന്നി സെബാസ്റ്റ്യന്റെ ഗെയിം സൂപ്പറാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ബിന്നി സെബാസ്റ്റ്യൻ, പക്ഷേ ബിന്നി സെബാസ്റ്റ്യന്റെ ബാക്കിയുള്ള രീതികൾ, അതായത് ബിന്നി സെബാസ്റ്റ്യൻ ഒരു സ്ഥലത്ത് വേറെ ഒരു സ്ഥലത്ത് വേറെ എന്നുള്ള ഒരു നിലപാട് എല്ലാരും കാണുന്നുണ്ട് ഇപ്പൊ. ഉം. ആ ഒരു സംഭവത്തിൽ ബിന്നി സെബാസ്റ്റ്യന് പണി കിട്ടാം. ഇനി ബിന്നി സെബാസ്റ്റ്യന് പണി കിട്ടിയാൽ ബിന്നി സെബാസ്റ്റ്യൻ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കാരും ഞങ്ങൾ ചിന്തിക്കുന്നത് ബിന്നി സെബാസ്റ്റ്യൻ അപ്പൊ മുകളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്, ബാക്കിയുള്ളവരെ സപ്പോർട്ട് വെച്ച് നോക്കുക. അതെ മനസ്സിലായി? അപ്പൊ ഈ പറഞ്ഞ പോലെ ആ പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരാള് നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ചെയ്യുന്നു പറയും. ബിന്നി നമ്മളെ ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരത്തിയാണ് ഏറ്റവും ബെസ്റ്റ്, എന്താണ് അതിന്റെ പേര്, ഗെയിമർ ലേഡീസിൽ. അപ്പൊ അൺഡിസർവിംഗ് ഒരിക്കലും പറയരുത് ബ്രോ. ആരും അൺഡിസർവിംഗ് ആയിട്ട് വരുന്ന അങ്ങനെ ആൾക്ക് അൺഡിസർവിംഗ് എന്നൊക്കെ പറഞ്ഞ ലക്ഷ്മി ഒരു ഉം. ഒന്നുമില്ല കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ ഷോയില്. അതാണ് അൺഡിസർവിങ്. മനസ്സിലായോ? ഈവൻ സാബുമാൻ അൺഡിസർവിങ് അല്ല. സാബുമാൻ അവന്റെ ആയിട്ടുള്ള ഒരു കളിയുണ്ട്. ചിലപ്പോ ആ ഇങ്ങനെ ഇരുന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ കളി. അതായത് ഒരു അടിയിലും ഈ പറഞ്ഞ പോലെ മസ്താനിയെ കുറിച്ച് രണ്ട് വാക്ക്. മസ്താനി നല്ല കമ്പനിയായിരുന്നു, അതേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ മസ്താനിയായിട്ട് ഒരു തല്ലും പിടിക്കാൻ തന്നെ, മസ്താനി പോയത് മസ്താനിയുടെ ആയിട്ടുള്ള കളിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് വോട്ടിന്റെ കാര്യത്തിലാണ്. അതെ അല്ലാതെ അതെ അതെ, ഉറപ്പ്. മസ്താനി മസ്താനിയായിട്ട് നമ്മൾ നല്ല മമ്മൂട്ടി എന്ന് കമ്പനിയായിരുന്നു. പറഞ്ഞ സാധനം ഇല്ല. എനിക്ക് തോന്നുന്ന ആ ഒനിയിലിന്റെ ഇഷ്യൂലും കൂടെ നമ്മള് അവളുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല 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 ഇല്ല, എക്സാക്ട്ലി അതാ പറഞ്ഞ. മസ്താനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിയൊക്കെ നമ്മുടെ നല്ല കമ്പനിയായിരുന്നു. ഇല്ല അല്ലേ, ഞാനും നീ അവളായിട്ട് സംസാരിക്കുമായിരുന്നു പിന്നെ അല്ലേ? ലാസ്റ്റ് ആക്ച്വലി മാത്രമേ ഉള്ളൂ ഞാനും അവളും കൂടെ കുറച്ചൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അത് എനിക്ക് പറയാനുള്ളത് വേറൊരാൾ പറഞ്ഞു, അപ്പൊ പിന്നെ അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മറ്റേ ലാലേട്ടനെ മുമ്പ് വെച്ചിട്ടില്ലേ, അത് ഉം 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 ഉം. പറഞ്ഞതല്ല. അവളുമായിട്ട് വേറെ ഇഷ്യൂ ഒന്നുമില്ല. എന്നാലും ഒന്നിച്ചേട്ട ജിസേലിനോട് പ്രണയമുണ്ടോ? ഉണ്ടായിരുന്നോ? സത്യം പറയണം. എനിക്ക് ആ, പ്രണയമൊന്നുമില്ല ബ്രോ, ഞാൻ ഭയങ്കര എനിക്ക് ഫ്രണ്ടാ. ഇത്തിരി സംശയങ്ങളൊക്കെ ഇല്ലാതില്ല. അത് വേറെ കാര്യം. ഒനിൽ ബ്രോ ഇനി മുതൽ ആർക്ക് വോട്ട് ചെയ്യുമെന്ന്? അതൊന്നും വോട്ട് ചെയ്യണ രഹസ്യം പറയാൻ പാടില്ല. ആ, ഇത് ആണല്ലോ, അതുകൊണ്ട് പിന്നെ നിങ്ങൾ ആരും പറയരുത് കേട്ടോ. ഇവിടെ എഴുതിയേക്കണം, ഒനിലേട്ട ലക്ഷ്മിനെ വെറുതെ വിടുന്നത്, ഇതൊക്കെ നമ്മൾ ആൺകുട്ടികൾക്ക് അഭിമാനമാണ്. ശരിയടാ മുത്തേ, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. ചെടാ, ചെറുക്ക, ഒരു പ്രശ്നമില്ല. ഫോൺ നോക്കുമ്പോ ഇവിടെ വന്നിട്ട് അഭിമാനമാണെന്ന് നീ ഇവനെ പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. ഐ നീഡ് ഹഗ് ഫ്രം യു, യു ആർ ഇൻസ്പിറേഷൻ. ഓഫ് കോഴ്സ് എനിക്ക് ഞാനൊരു വെർച്വൽ ഹഗ് തന്നിരിക്കുന്നു. ഹഗ്സ്. ഓക്കെ. പിന്നെ വേറെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ നിന്റെ ടുട്ടുമോനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമോ? ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു ടുട്ടു. രണ്ട് വാക്കായി. ഗെയ്സ്, എന്താണ് ഷാനോസിനെ ക്രൈറ്റീരിയ? നിങ്ങൾ ചതിച്ചില്ലേന്നാ. ഷാനോസ് നിങ്ങൾ ചതിച്ചില്ലേ? നിന്റെ അച്ഛനാടാ ചതിച്ചത് പാട്ടി. ഒനിൽ ബ്രോ മമ്മിനെ ഒന്ന് കാണിക്കും. മസ്താനോട് ഇപ്പോൾ ബഹുമാനമുണ്ട്. എന്താണ്? അപ്പാണിയെ ഇറക്കി വിട്ടതിൽ ബിക്കോസ് ഹാപ്പിനെസ് കണ്ടപ്പോൾ മസ്താനി ചെയ്തത് ശരി തന്നു. സോണിയ ജോസഫ്. ഹായ് തരോ അഭിചേട്ട. ഡിസംബർ ഗേളോ എന്തോട്ട് ഡെഗ് ഗേളോ? ലേഖ നന്ദകുമാർ ഹായ്. നമുക്കൊന്ന് കൂടണ്ടേ അഭിലാഷ് ഫാമിലി? ഓ, കൂടാം കൂടാം, നമുക്ക് എല്ലാവർക്കും കൂടെ കൂടാം. സെൻ FC ബോയ്. FC ബോയ് ചെറുതായി പ്രണയമുള്ള പോലെ തോന്നിയിരുന്നു. ആരോട്? അതും കൂടി വ്യക്തമാക്കണം. ആരോട്? നിങ്ങൾ ഇപ്പോഴേ നമുക്കൊന്ന് ഇറങ്ങണ്ട. കൂടണ്ടേ ആ. ഈ പി സീസണിലെ ആർ സീക്രട്ട് ഉണ്ടെങ്കിൽ അടിക്കാം. അതാണ് BB എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. അല്ലാതെ ഗെയിം നോക്കിയാണെങ്കിൽ വല്ല ഗെയിമേഴ്സ് ഒക്കെ നല്ല ഗെയിംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ വെറും വാഴകളല്ലേ അകത്ത് നിൽക്കുന്നത്. ഇതുപോലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ PR-ന്റെ അടിയിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾ ഇപ്പോഴേ ഇറങ്ങേണ്ട ആൾക്കാരല്ല രണ്ടുപേരും. ഓഫ് കോഴ്സ് അല്ല. അത് പക്ഷെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് ലാലേട്ട, ആളുകൾ തീരുമാനിക്കണേ. ആ, എന്താടാ? ബിഗ് ബോസ് ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വരുന്ന ഒരു ഒരു സംഭവമാണ് ബിഗ് ബോസ്. ഇഷ്ടമാണ്. അതായത് 3.5 കോടി മലയാളികളുടെ ഇടയിൽ നിന്നും 27 പേര് അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലി, അവരെ കണ്ടെത്തുക എന്ന് ഉം. പറയുന്നത്. ആ ഫാമിലിയിൽ പെടുന്ന ഓരോ മെമ്പേഴ്സുമാണ് ഞാനും ഉനിയും പോലുള്ള അതിനകത്ത് ഇപ്പൊ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും. അപ്പൊ ഇത്രയും പേരെ പിക്ക് ചെയ്തെടുക്കുക, ഈ 3.5 കോടി പേരുടെ ഇടയിലേക്ക് നമ്മൾ വരികയാണ്.
അപ്പൊ അത് എന്തുമാത്രം എല്ലാ ആഴ്ചയിലും ലാലേട്ടനെ കാണാം, അതിനകത്തൊരു സ്പേസ് നമുക്ക് കിട്ടുന്നു, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ. ഇത് വലിയൊരു കാര്യമാണ്. കാര്യം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അതില് ഉം. ആ ഭാഗ്യശാലികളായിട്ടുള്ള രണ്ടുപേരാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും ഉം. അപ്പുറമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാര്യം എനിക്ക് തോന്നുന്നു FC നിനക്ക് എത്ര KG ഉണ്ടായിരുന്നു, തൂക്കം എത്ര ഉണ്ടായിരുന്നു അവിടെ കയറിയപ്പോ? ഞാനൊരു 100 സംതിങ് കിലോ ഉണ്ടായിരുന്നു. ആ, അവിടെ കയറിയപ്പോ 80 അതിലും മേളിലില്ലേ? ആ ആ അതെ. ഇപ്പൊ ഞാൻ ഒരു 90, ഞാൻ 15 കിലോ കുറച്ചു. 15 കിലോ. എനിക്കാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ 75 എന്തോ ഉണ്ടായിരുന്നു, 75 76. ഇപ്പൊ നോക്കിയപ്പോ 63 കിലോ. ആ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ആ ആണ് ഡിഫറൻസ് പിന്നല്ല. അത്രയ്ക്ക് ആ. ഡിഫറൻസ്. ഭയങ്കരമായിട്ട് കുറഞ്ഞളിയാ. ഒന്നും കഴിക്കാനൊന്നും പറ്റാത്ത അതുകൊണ്ടായിരിക്കും. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒന്നും, അതായത് പുറത്ത് ആ നിങ്ങളൊക്കെ ഇങ്ങനെ അടി കൂടുന്നു, വഴക്ക് കൂടുന്നു, ഫാൻ ക്ലബ്ബുകാർ. പക്ഷെ ഞങ്ങൾ അതിനകത്ത് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കേ അറിയുള്ളൂ. ഓ, ആ ഓരോ ഉം. ചെറിയ കാര്യങ്ങളില്ലടാ, ഓരോ ചെറിയ കാര്യങ്ങളാണ് വലിയ ഇഷ്യൂസ് ആവുന്നത് ഇവിടെ. പക്ഷെ നമ്മളൊന്നും അതൊക്കെ ഹലോ ബ്രോ, FC ബോയ് പ്ലീസ്. എന്റെ അമ്മ കുഞ്ഞുമോൾ ബ്രോയുടെ ബിഗ് ഫാൻ ആണ്. ഒരു ഹായ് കൊടുക്കാമോ പ്ലീസ്? യെസ്, ഒരു ഹായ്. താങ്കളുടെ അമ്മയ്ക്ക് ഒരു ഹായ്. താങ്ക് യു ബ്രോ. ആരിനെ പറ്റി പറയൂ? നേരത്തെ പറഞ്ഞല്ലോ. നെവിൻ, ഓഫ് കോഴ്സ്. അല്ലെ, നീൽ ബ്രോ എങ്ങനെയുണ്ട് BB കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ്? ഇതൊക്കെ തന്നെ, ഇങ്ങനെയൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ BB കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാനും ഇവനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ, എന്താടാ? കാണുന്നുണ്ടോ? പിന്നെ കാണുന്നുണ്ട്. ആഹ് ഒരു എന്തായാലും ഒരു കാര്യം അറിയാ, ഈ പറഞ്ഞ പോലെ എന്താണ്, നമുക്കൊരു ഇടക്കിടക്ക് ഇങ്ങനെ ഒരു ലൈവ് പോവാം. അതെ ഉം. അതെ അതെ, ഉറപ്പ് ഉറപ്പ് ഉറപ്പ്, പൊളിക്കാം. എന്താണ്, നീ കൂടെ വരുന്നുണ്ടാ? എപ്പോഴാ ഞാൻ വരുന്നേ? 3 ദിവസം കഴിഞ്ഞിട്ട് വരാടാ. എന്റെ വണ്ടിക്ക് ചെറിയൊരു പണി കളിയാ. അപ്പൊ വണ്ടി ഇല്ല വന്നാൽ ശരിയാവില്ല. ആ അപ്പൊ ഒന്ന് നാളെ ഒന്ന് പണിക്ക് കയറ്റിട്ടെ ഒരു 2 ദിവസത്തിനകത്ത് ആ വണ്ടി ഇറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. അതെ. ഓക്കെ, ഡൺ. സെറ്റ് കാണാം ആവുള്ളൂ. നമുക്ക്. അതാണ് നല്ലത്. ശരി, ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം എന്നാൽ. ശരി ശരി അളിയാ, എന്നാ പിന്നെ ഇറങ്ങാം നമുക്ക്. ഓക്കെ അളിയാ. അപ്പൊ ബൈ ഗൈസ്, താങ്ക് യു. നമ്മളിപ്പോ താങ്ക് യു സോ മച്ച്. ഇനി ലൈവിൽ വരുന്നതാണ്. ബൈ. ലവ് യു ഇടയ്ക്കിടയ്ക്ക് ഓൾ. ലവ് ആൻഡ് റെസ്പെക്ട്. എല്ലാവർക്കും ബൈ. അപ്പൊ ബൈ ബൈ ഇറങ്ങിക്കോ. ബൈ ബൈ. ബൈഡ 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 ബൈ. അപ്പൊ ഗൈസ്, അപ്പൊ ഞാനും ഇറങ്ങാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നൊരു ലൈവ് പോകാന്ന് വിചാരിച്ചു, നിങ്ങളുടെ മുമ്പിലേക്ക് എത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഇതുവരെ കൂടെ നിന്നതിന്, ഈ ലൈവിൽ പങ്കെടുക്കുന്നതിന്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹായ് ഹായ്. എല്ലാവരും അപ്പോൾ പേഴ്സണലി മെസ്സേജ് അയയ്ക്കുക. ലൈവിലുള്ളവരൊക്കെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ ഫോളോ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വരാം. അപ്പോൾ നൈഷ പോവാണ്. ബൈ. വിശ്വ മ്യൂസിക് ഹായ്ടാ മുത്തേ, ബൈ. കാണാം. ശ്രുതി ബൈ. ഹായ്. നൈഷ ഹായ് ഹായ് ഹായ്. അപ്പോൾ ബൈ, എല്ലാവർക്കും ബൈ. കാണാം.